السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിത വിജയത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമുള്ളൊരു ഗുണമാണ് ടു മേക്ക് റൈറ്റ് ചോയ്സസ്, അഥവാ പ്രയോറിറ്റൈസ് ചെയ്യുക എന്ന് പറയുന്നത്. അതായത് ഒരു മനുഷ്യൻ്റെ വിജയത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം ആ മനുഷ്യനെടുക്കുന്ന പ്രധാനപ്പെട്ട തീരുമാനങ്ങളാണ്. അപ്പോൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ ഓരോരോ സമയത്ത് അതിൻ്റെ പ്രാധാന്യം നോക്കിയിട്ടാണ് നമ്മൾ റൈറ്റ് ചോയ്സ് തീരുമാനിക്കാറുള്ളത്. പലപ്പോഴും +2 കഴിഞ്ഞിട്ട് കുട്ടികൾക്കൊക്കെ, നല്ലോണം പഠിക്കുന്ന കുട്ടികൾക്ക്, മാത്സും സയൻസും ഒക്കെ നല്ലോണം പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു സംശയം വരും, എൻജിനീയറിംഗ് ഫീൽഡ് എടുക്കണോ അഥവാ ഡോക്ടർ ഫീൽഡ് എടുക്കണോ എന്നുള്ളത്. അപ്പോൾ ചിലർ എൻജിനീയറിംഗ് ഫീൽഡ് എടുക്കും. എന്നിട്ട് അവർ പറയും 22 വയസ്സിൽ തന്നെ നല്ല ജോലി കിട്ടി, നല്ല ഒരുപാട് കാശുള്ള ജോലി കിട്ടുമെന്ന ആഗ്രഹത്തോടെ എടുത്തു പോകാറുണ്ട്. പിന്നെ മറ്റു ചിലരാവട്ടെ, അവർ പറയും ആദ്യം കുറച്ച് നല്ലോണം കഷ്ടപ്പെടണം, ഒരുപാട് പഠിക്കാനുണ്ടാവും, ഒരുപാട് പഠിക്കണം MBBS ഡിഗ്രി കിട്ടണമെങ്കിൽ. പക്ഷെ അതിന് ശേഷം അങ്ങോട്ടുള്ള ജീവിതം സുഖമാകും. കേരളത്തിൽ തന്നെ നിന്ന് ഒരു സാമാന്യ ജോലി ചെയ്ത് അന്തസ്സോടെ, ഇസ്സത്തോടെ, ആരും മുമ്പിലും കൈപൊക്കാതെ സുഖമായിട്ട് ജീവിക്കാമെന്ന് പലരും അതുകൊണ്ട് MBBS പ്രൊഫഷൻ എടുക്കാറുണ്ട്. സഹോദരന്മാർ, ഏതൊരു തീരുമാനം എപ്പോഴെടുക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് മാക്സിമം ബെനിഫിറ്റ്, ഏറ്റവും കൂടുതൽ മാക്സിമം ടൈം, ഏറ്റവും കൂടുതൽ ഗുണം ഏറ്റവും നേരത്തേക്ക്, ഏറ്റവും കൂടുതൽ നാളത്തേക്ക് കിട്ടുന്നുവോ അത് തിരഞ്ഞെടുക്കാൻ നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയ അനുഗ്രഹം കൊണ്ട് തന്നെ +2 കഴിഞ്ഞപ്പോൾ RECയിൽ ഇലക്ട്രോണിക്സിലും ജോയിൻ ചെയ്തു. അള്ളാഹു തന്നെ MBBS നൽകി. ഏതെടുക്കണമെന്നൊരു വലിയൊരു ഒരു തീരുമാനം എടുക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എൻജിനീയറിംഗ് ഒരുപാട് ഇഷ്ടമായിരുന്നു. പക്ഷെ എന്തോ ബാപ്പയുടെ ഒരു വർത്തമാനം എൻ്റെ വല്ലാതെ ഹൃദയത്തിൽ തട്ടി. മോനെ, പ്രായമായാൽ മാതാപിതാക്കളുടെ അടുത്ത് തന്നെ ഉണ്ടാവുമല്ലോ, ഈ പ്രൊഫഷണൽ ഡോക്ടറേറ്റ് ഡിഗ്രി എടുത്താൽ മോൻ്റെ സ്വഭാവത്തിന് ഇത് നല്ലതാണ്, മറ്റുള്ളവർക്ക് ഉപകാരം ഉണ്ടാവും. ഒന്നും കൽപ്പിക്കാതെ അന്നൊരു ദീനും ഒന്നും ഇല്ലാതെ പോലെ വാക്കുകൾ കേട്ട് അങ്ങ് എടുത്തു. ഇഷ്ടമില്ല മനസ്സോടെ തന്നെ അന്ന് എടുത്തു. അൽഹംദുലില്ലാ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഒരുപാട് പ്രൊഫഷൻ എടുത്തുകൊണ്ട് ഒരുപാട് നന്മകൾ അള്ളാഹു നൽകി. അൽഹംദുലില്ലാ. ഇതൊക്കെ ഞാൻ പറയുന്നത് എന്തിനാ വെച്ച സഹോദരന്മാരെ, നമ്മൾ ഏതേത് തീരുമാനം എടുക്കുമ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് രണ്ട് നന്മയിൽ ഏത് വലിയ നന്മയാണ് ഞാൻ കൂടുതൽ എടുക്കുന്നതാണ് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുള്ളത്. നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഏതെങ്കിലും +2 വിദ്യാർത്ഥി ഒരിക്കലും പോലും ചോദിച്ചില്ല ഞാൻ എഞ്ചിനീയർ ആവണോ അല്ല കള്ളനാവണോ. ഇന്നവരൊരു ഒരു കുട്ടിയും ചോദിക്കുന്നില്ല. ഒരു കുട്ടിയും ചോദിക്കില്ല ഞാൻ ഡോക്ടർ ആവണോ അല്ലെങ്കിൽ ഏതെങ്കിലും തെമ്മാടി ആവണോ. അങ്ങനെ ആരും ചോദിക്കുന്നില്ലല്ലോ. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഇനി രണ്ടാമത്തെ ഘട്ടമാണ് നമ്മുടെ കല്യാണം. കല്യാണത്തിന് പലപ്പോഴും ആൾക്കാരുടെ തീരുമാനം എടുക്കുന്നതിന് 3-4 കാരണങ്ങൾ ഉണ്ടാവും. ഭംഗി ഉണ്ടാവും, സമ്പത്ത് ഉണ്ടാവും, അല്ലെങ്കിൽ കുടുംബ പശ്ചാത്തലം ഉണ്ടാവും, അല്ലെങ്കിൽ 4-മത്തെ ദീൻ ഉണ്ടാവും. ഇത് പലപ്പോഴും പലരും എടുക്കുന്നതിന് തീരുമാനമെടുക്കുമ്പോൾ ഏറ്റവും ആദ്യം പ്രാധാന്യം കൊടുക്കുക എന്താ? വെളുപ്പിനായിരിക്കും, ഭംഗിക്കായിരിക്കും. അപ്പോൾ ഭംഗി നോക്കി കെട്ടുമ്പോൾ അതിന് ചിലപ്പോൾ ആദ്യ കാലഘട്ടത്തിൽ അതിന് ഒരുപാട് ആസ്വാദനം ഉണ്ടാകും. പക്ഷെ പിൽക്കാലത്ത് മുന്നോട്ട് കല്യാണം പോകുമ്പോൾ പലപ്പോഴും തകർച്ചയിലാണ് പോകുന്നത്. എന്നാലോ നല്ലൊരു വിശ്വാസി എന്ത് ചോദിച്ചാൽ നല്ല ദീനീ ബോധമുള്ള, നല്ല സ്വഭാവമുള്ള, അവർക്ക് കണ്ണിൽ ഇഷ്ടപ്പെടുന്ന ഒരു ഇണയെ തിരഞ്ഞെടുക്കുമ്പോൾ അവരുടെ കല്യാണത്തിന്റെ ആദ്യകാലം ഒരുപാട് ആസ്വാദനം ഉണ്ടാകാൻ പോരാ, അവരുടെ ഭാവിയിലും അവരുടെ മധ്യത്തിലും അവരുടെ അവസാനത്തിലും ആ കല്യാണത്തിൽ ഒരുപാട് മവദ്ദത്തും റഹ്മത്തും സ്നേഹവും കാരുണ്യം ഒക്കെ ഉണ്ടാവും. മറ്റേതെങ്കിലും കല്യാണ ജീവിതം മടുത്തു പോകും. ഒരു പ്രസവം കഴിഞ്ഞത്തേക്ക് തന്നെ സ്ത്രീകളുടെ ഭംഗിയൊക്കെ കുറയും, തടിച്ചു വരും. അവർക്ക് പിന്നെ വെളുപ്പ് കണ്ടിട്ട് അവർക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ ആരും തന്നെ ഇന്നേ വരെ ഒരൊറ്റ വ്യക്തി പോലും ചോദിച്ചിട്ടില്ല ഞാൻ വെളുത്ത സ്ത്രീയെ തിരഞ്ഞെടുക്കണോ അല്ലെങ്കിൽ വ്യഭിചാരിണിയെ ഞാൻ കല്യാണം കഴിക്കണോ. ഒരിക്കലും പോലും ഒരു പുരുഷൻ അങ്ങനെ ചോദിക്കാറില്ല. ഇതൊക്കെ ഞാൻ എന്തുകൊണ്ട് പറയുന്നു വെച്ചാൽ, എപ്പോഴും നമ്മൾ ചോയ്സസ് എടുക്കുമ്പോൾ, തീരുമാനം എടുക്കുമ്പോൾ നന്മയിൽ 2 നന്മകൾ മുമ്പിലുണ്ടെങ്കിൽ അതിൽ ഏത് നന്മയാണ് കൂടുതൽ എടുക്കേണ്ടതെന്ന് നമ്മൾ ഓരോരുത്തർ എപ്പോഴും തീരുമാനിക്കാറുള്ളത് സഹോദരന്മാരെ.
എന്നാൽ എന്തുകൊണ്ട് ഇതേപോലെ ഭൗതികമായി ഇതേ ക്രൈറ്റീരിയൻ എനിക്കും നിങ്ങൾക്കും ആത്മീയമായ എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ തിരഞ്ഞെടുക്കുന്നില്ല? അല്ലാഹുവേ, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല. രണ്ട് നന്മകൾ ഉണ്ടെങ്കിൽ അതിൽ ഏതാണ് കൂടുതൽ നന്മ? അള്ളാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നത് ചീത്തയും നല്ലതുമല്ല. നല്ലോണം മനസ്സിലാക്കുക. ഈ ചീത്ത മനുഷ്യൻ, ഈ മനുഷ്യൻ നല്ലത്, അങ്ങനെയല്ല. ഈ മനുഷ്യൻ നല്ലത്, മറ്റേ മനുഷ്യൻ അതിനെക്കാട്ടി നല്ലത്. ഇതാണ് നമ്മുടെയൊക്കെ കുഴപ്പം. എന്താ? നമ്മള് നിസ്കരിക്കാത്ത മുസ്ലിങ്ങളും നിസ്കരിക്കുന്ന മുസ്ലിങ്ങളും അങ്ങനെയാണ്. നിസ്കരിക്കാത്ത മുസ്ലിം എന്റെ സ്വഭാവം നല്ലതാണ്, ഞാൻ കള്ളുകുടിയില്ല, വ്യഭിചാരില്ല, കൊലപാതകം ചെയ്യുന്നില്ല. ഇതാണ് ഇങ്ങനെ തീരുമാനിക്കുന്നത്. ഇത് ഈ ക്രൈറ്റീരിയ. ഞാന് എന്താ പറയാ, ആരും പറ്റിക്കുന്നില്ല, പക്ഷെ പലിശ മാത്രമേ വാങ്ങുന്നുള്ളൂ. ഇതാണ് നമ്മുടെ ക്രൈറ്റീരിയ. നമ്മുടെ ക്രൈറ്റീരിയ പറഞ്ഞത് തനി തെമ്മാടിത്തരം, തനി നന്മയായിട്ട് നമ്മൾ ഇത് തമ്മിലാണ് നമ്മൾ താരതമ്യം ചെയ്യുന്നത്. അങ്ങനെയല്ല സഹോദരന്മാരെ. ഞാൻ നിസ്കരിച്ചില്ലെങ്കിൽ എന്താ കുഴപ്പമില്ല, വീട്ടിൽ എപ്പോഴെങ്കിലൊക്കെ നിസ്കരിക്കുന്നല്ല. അല്ല, അള്ളാഹു നോക്കുന്നത് കൃത്യമായിട്ട് 5 നേരം പള്ളിയിൽ പോയി നമസ്കരിക്കും, അതിനുശേഷം സുന്നത്തുകൾ വർദ്ധിപ്പിക്കും, തഹജ്ജുദ് നമസ്കരിക്കുന്നവരാരാണോ എന്നാണ് അള്ളാഹു നോക്കുന്നത്. അള്ളാഹു നോക്കുന്നതോ നിങ്ങളൊരു കുറച്ച് കാശ് വല്ല പാവങ്ങൾക്ക് കൊടുത്തിട്ടുണ്ടാവും. അല്ല, അള്ളാഹു നോക്കുന്നത് 100% ഹലാലായ മാർഗത്തിൽ സമ്പാദിക്കുകയും സ്ത്രീധനമില്ല, പലിശയില്ല, കൈക്കൂലില്ല, ബ്ലാക്ക് മണി ഇല്ല, ഒന്നുമില്ലാതെ അങ്ങനത്തെ ശുദ്ധ സമ്പത്തിൽ നിന്ന് 2.5% കൃത്യമായ സക്കാത്ത് കൊടുത്ത ശേഷം എത്ര പേര് സദക്കകൾ കൊടുക്കുന്നുണ്ടെന്നാണ് അള്ളാഹ് നോക്കുന്നത്. അഹ്സനു അമല. അപ്പൊ നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കേണ്ടത്, ഓരോ നിമിഷം നമ്മുടെ ജീവിതത്തിൽ തീരുമാനം എടുക്കുമ്പോൾ ഏറ്റവും വലിയ നന്മ ഏതാണ് എടുക്കുക? ഒരു ദിവസത്തെ 5 നേരത്തെ കൃത്യ ജമാഅത്തിന്റെ സമയത്തിൽ ഏറ്റവും വലിയ നന്മ എന്താണെന്ന് വെച്ചാൽ തൊട്ടടുത്ത് ഏതാണോ പള്ളിയിൽ പോയിട്ട് ജമാഅത്തായിട്ട് നിസ്കരിക്കുക എന്നാണ് ഏറ്റവും വലിയ നന്മ. തീർച്ചയായിട്ടും രോഗിയായിരിക്കുകയും യാത്രയാണ്, അല്ലെ ഒരുപാട് ദൂരത്താണ്, പള്ളി എത്തിപ്പെടില്ല, അല്ലെങ്കിൽ വലിയ മഴയുണ്ട്, ഇതൊന്നുമില്ലാതെ നമ്മളിങ്ങനെ വീട്ടിലിരുന്ന് TV സീരിയൽ കണ്ട് സീരിയൽ കഴിഞ്ഞിട്ട് നിസ്കരിക്കലല്ല നന്മ. അള്ളാഹു അത് വെറും നമ്മൾ മതപരമായ കാര്യത്തിൽ മാത്രമേ നമ്മൾ ഇങ്ങനത്തെ തീരുമാനം എടുക്കുന്നുള്ളൂ. ഭൗതികമായ കാര്യത്തിൽ ഒരിക്കലും അങ്ങനെ തീരുമാനം എടുക്കുന്നില്ല. ഏറ്റവും നല്ല ജോലി, ഏറ്റവും കൂടുതൽ കാശ് കിട്ടുന്ന ജോലി, ഏറ്റവും നല്ല സ്ഥലം, എവിടെയാണ് ടൂറിന് പോകേണ്ടത്? ഏറ്റവും തണുപ്പുള്ള സ്ഥലത്ത്. അസ്തഗ്ഫിറുല്ലാഹ്. ഒന്ന് ആത്മാർത്ഥമായിട്ട് നമ്മൾ മാറാ സഹോദരന്മാരെ. യഥാർത്ഥത്തിൽ നമ്മളെ സമുദായത്തിന് ഒരുപാട് 2-3 കാര്യങ്ങൾ എത്ര ഉപദേശിച്ചു നന്നാവാത്ത 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഫജ്ർ ജമാഅത്ത് ഇപ്പോഴും പലർക്കും കിട്ടിയിട്ടില്ല, പലർക്കും കിട്ടുന്നില്ല. രണ്ടാമത്തത്, പ്രത്യേകിച്ചും യുവാക്കൾക്ക് അവരുടെ വൃത്തികെട്ട കാഴ്ചകളും സിനിമകളും പോർണോഗ്രാഫിയും അവരുടെ സ്വയംഭോഗം, ഇതിൽ നിന്നൊക്കെ അവർക്ക് വിട്ടു നിൽക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്. എത്ര ആയാലും പിന്നെയും അതിലേക്ക് പോകുന്നു. മൂന്നാമത്തെ നമ്മുടെ കുഴപ്പം എന്ന് വെച്ചാൽ നമ്മൾ ആരും തന്നെ ഖുർആൻ എടുത്ത് നിരന്തരമായിട്ട് 365 ദിവസം നമ്മൾ വായിക്കുന്നില്ല. ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു? ഇതിന് എന്താണ് പരിഹാരം? 4 സ്റ്റെപ്പ് നിങ്ങളൊന്ന് ആത്മാർത്ഥമായിട്ട് ഇതൊന്ന് കേട്ടിട്ട് ജീവിതത്തിൽ പകർത്തി വെക്കുക. നമ്മളിൽ ഒരുപാട് മാറ്റം ഉണ്ടാവണ്ടേ? ഇത് നമ്മൾ ജീവിതകാലം മുഴുവനും ഇതുപോലെ തന്നെ ജീവിച്ച് മരിക്കാനാണോ നമ്മുടെയൊക്കെ ഉദ്ദേശം? ഒന്ന് ആത്മാർത്ഥമായിട്ട് നമ്മൾ മാറുക. 4 സ്റ്റെപ്പ് നമ്മൾ ഓരോരുത്തരും എടുക്കുക. ഏറ്റവും ആദ്യം, എന്തുകൊണ്ട് എനിക്ക് ഫജ്ർ ജമാഅത്ത് കിട്ടുന്നില്ല? ഏറ്റവും ആദ്യത്തെ പ്രവൃത്തി എന്താ വെച്ചാല്, ഞാൻ ഇതിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കുക. ഇതിന് കാരണക്കാരൻ ഞാൻ തന്നെയാ. വെറുതെ നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തല്ലേ. ഞാൻ ഉറങ്ങിയത് ലേറ്റായി പോയതുണ്ട്, എൻ്റെ ജോലി കാരണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം എൻ്റെ ഉമ്മ വിളിച്ചിട്ടില്ല, ഇവര് വിളിച്ചിട്ടില്ല, എൻ്റെ ഭാര്യ വിളിച്ചിട്ടില്ല. ഇല്ല സഹോദരന്മാരെ, എൻ്റെ രാവിലെ എഴുന്നേൽക്കാൻ പറ്റാത്തതിന് ഏറ്റവും ആദ്യത്തെ കാരണം ഞാനാണെന്ന് ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നോക്ക്, മാറും. അതുകൊണ്ടാണ് ആദം അലൈഹി സ്വലാത്തു വസ്സലാം ഏറ്റവും ആദ്യം ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു. ഒന്ന് നല്ലോണം പഠിക്കുക സഹോദരന്മാരെ. ഇബ്ലീസിനെ കുറ്റപ്പെടുത്തിയിട്ടില്ല ആദം അലൈഹി സ്വലാത്തു വസ്സലാം. അപ്പൊ ഞാനാണ് കാരണക്കാരൻ. എന്തുകൊണ്ടാ? എനിക്ക് രാവിലെ ജനശതാബ്ദി പിടിക്കണമെങ്കിൽ, ഫ്ലൈറ്റ് പിടിക്കണമെങ്കിൽ ഞാൻ നേരത്തെ തന്നെ എയർപോർട്ടിലും റെയിൽവേ സ്റ്റേഷനിലൊക്കെ എത്തുന്നുണ്ട്. അപ്പൊ ഞാനാണ് കാരണക്കാരനെന്നൊന്ന് ഏറ്റെടുക്കുക. നമ്മുടെ തെറ്റുകുറ്റങ്ങളിൽ ദയവ് ചെയ്ത് മറ്റുള്ളവരിലേക്ക് അങ്ങ് ഡംപയല്ലേ, മറ്റുള്ളവരെ കാരണക്കാരനാക്കല്ലേ. ഇന്ന് പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൽ വലിയ പ്രശ്നം, സംഘടന പിളർന്നാൽ അത് ജൂതന്മാര്. എവിടെയോ കിടക്കുന്ന ജൂതന്മാരാണ് പോലും ഇവിടുത്തെ കേരളത്തിൽ ഏതൊരു സംഘടന പിളർത്തുന്നത്. എന്തിനാ സഹോദരന്മാരെ, എന്തിനാ നമ്മളെ പൊട്ടനാക്കുന്നത്? എൻ്റെ വീട്ടിൽ ഞാനും ഭാര്യയും ഡൈവോഴ്സ് ആയിട്ടുണ്ടെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ ഇടപെടൽ കൊണ്ടാണോ? അല്ലല്ലോ. എൻ്റെ വീട്ടിലെ എൻ്റെ കുഴപ്പമായിരിക്കും എൻ്റെ ഭാര്യയുടെ കുഴപ്പമാണെന്ന് ചിന്തിക്കാനുള്ള
സാമാന്യ ബോധം നമ്മൾ ഏറ്റെടുക്കുക. അപ്പൊ ഏറ്റവും ആദ്യം എൻ്റെ കുഴപ്പം കൊണ്ടാണ് എനിക്ക് ഫജ്ർ ജമാഅത്തിന് എഴുന്നേൽക്കാൻ പറ്റാത്തത്. രണ്ടാമത്തത് ആത്മാർത്ഥമായ പശ്ചാത്താപം, ആത്മാർത്ഥമായ നിഷ്കളങ്കമായ കാപട്യത്തിൽ അസ്തഗ്ഫിറുല്ലാ അല്ല സഹോദരന്മാരെ, അസ്തഗ്ഫിറുല്ലാ ഒന്ന് ആത്മാർത്ഥമായ ഹൃദയത്തിൽ നിന്ന് പറഞ്ഞു നോക്ക്. ആദം അലൈഹി സ്വലാത്തു വസ്സലാം അതുകൊണ്ട് ഏറ്റവും ആദ്യം തന്നെ പ്രാർത്ഥിച്ചു, അല്ലാഹേ റബ്ബനാ വലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹു ഞാൻ എൻ്റെ നഫ്സിനോട് അക്രമം ചെയ്തു പോയി റബ്ബേ, പിശാചല്ല എന്നെ തീറ്റിച്ചത്, ഞാൻ തന്നെ തെറ്റ് ചെയ്തു പോയി എന്ന് നിഷ്കളങ്കമായ ആത്മാർത്ഥമായ പശ്ചാത്തപിക്ക്. ഇനി മൂന്നാമത്തെ എന്ത് ചെയ്യണം? കാര്യമായ സീരിയസ് ആക്ഷൻ പ്ലാൻ തുടങ്ങുക. ഒരു ആക്ഷൻ പ്ലാൻ ഇടുക. വെറുതെ നമ്മളിത് എനിക്ക് നല്ല നിയത്തുണ്ട്, നല്ല പശ്ചാത്താപമുണ്ട്, നല്ല നിയത്തുണ്ട്, നല്ല പശ്ചാത്താപമുണ്ട്, ജീവിതകാലം മുഴുവനും നല്ല നിയത്തുണ്ട്, നല്ല പശ്ചാത്താപമുണ്ട്, എന്നിട്ട് അവസാനം ഒരു ദിവസം മരിക്കും, ഒരു ദിവസം പോലും ഫജ്ർ ജമാഅത്ത് പള്ളിയിലേക്ക് വരാതെ മരിക്കും. ഇതല്ല സഹോദരന്മാരെ നല്ല നിയത്ത്, നല്ല പശ്ചാത്താപം ഉണ്ടായിട്ട് മിണ്ടാണ്ടിരിക്കലല്ല. അള്ളാഹ് നോക്കുന്നത് നമ്മളെ ആത്മാർത്ഥമായ പരിശ്രമം ഉണ്ടോന്നാ. ഒരു അണുമണി തൂക്കം ഒരു പരിശ്രമം എന്നിൽ കണ്ടാൽ അള്ളാഹുവാണ് സത്യം, അള്ളാഹു ഇത് ഒരുപാട് സഹായിക്കും, അള്ളാഹുവിന്റെ ഒരുപാട് സഹായിക്കും. നമ്മളിലുള്ള ആത്മാർത്ഥമായ പരിശ്രമം ഇല്ലാത്തതുകൊണ്ടാണ് സഹോദരന്മാരെ. അപ്പൊ എനിക്ക് രാവിലെ എഴുന്നേൽക്കണം, സുബഹിക്ക് എന്ത് ചെയ്യണം? ഞാൻ തലേന്ന് എന്തായാലും ഇൻഷാ അല്ലാഹ് നേരത്തെ തന്നെ കിടന്നുറങ്ങും. ഉറങ്ങുമ്പോൾ ഈ കോഴിക്കോടിലെ ഏറ്റവും നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ അലാം മേടിക്കും, ഏറ്റവും ചെവിക്ക് ഇങ്ങനെ പൊട്ടുന്ന ശബ്ദമുള്ള അലാം മേടിക്കും. എൻ്റെ ഈ അലാം ഞാൻ ഉറപ്പായിട്ട് എൻ്റെ കിടക്കനെ തൊട്ടടുത്ത് വെക്കൂല, കിടക്കനെ തൊട്ടടുത്ത് അത് ഉടനെ അത് ഓഫാക്കും, സ്നൂസ് ചെയ്യും. അതല്ല, കുറച്ച് ദൂരത്ത് വെക്കും, കുറച്ച് എഴുന്നേറ്റ് നടക്കേണ്ട ആവശ്യം വരും, അത്ര ഒച്ചത്തിലുണ്ടാകുന്ന അലാം വെക്കും. അങ്ങനെ ശ്രമിച്ചു നോക്ക് ഒരു ദിവസം. ഇനി അല്ലെങ്കിൽ രണ്ടാമത്തെ ചെയ്യേണ്ടത് സഹോദരന്മാർ, നിങ്ങൾക്ക് അത്ര നിർബന്ധം എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഉമ്മാന്റെ അടുത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യ അടുത്ത് പറയും, എൻ്റെ മേത്ത് വെള്ളം ഒഴിച്ചേക്ക്, എൻ്റെ മേത്ത് വെള്ളം ഒഴിച്ചേക്ക്. സ്വബഹിക്ക് എണ്ണീറ്റില്ല, ഒന്ന് വെള്ളം ഒഴിക്കും, മുഖത്ത് ഒരു കുഴപ്പമില്ല, കിടക്കാൻ നന്നാലും കുഴപ്പമില്ല, മുഖം ഒഴിച്ചേക്ക്, വെള്ളം ഒഴിക്കി, എനിക്ക് താല്പര്യമുണ്ട് സ്വബഹിക്ക് പോകണം. ഇനി നിങ്ങൾ മാറുന്നില്ല, ഒരു കാര്യം ചെയ്തു. മൂന്നാമത്തെ നിങ്ങൾക്ക് എളുപ്പമാണ്, നിങ്ങളൊരു കാര്യം പള്ളിയിൽ പോയിട്ട് കിടന്നേക്ക്. ഏശ കഴിഞ്ഞിട്ട് 10 മണിക്ക് വീട്ടിൽ കിടക്കുന്നതിന് പകരം പള്ളിയിൽ പോയി കിടക്ക്. ആത്മാർത്ഥന്റെ അല്ലാഹ് കാണിച്ചു കൊടുക്ക്. ഇനി നിങ്ങൾക്ക് ഫജ്ർ ജമാഅത്ത് മിസ്സാവുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം? ഞാൻ ഇന്ന് തൊട്ട് ഒരു ഫജ്ർ ജമാഅത്ത് മിസ്സായിക്കില്ല, ഞാൻ ഒരുപാട് സദക്ക കൊടുക്കും, നിയത്ത് ചെയ്യുക. ഇന്ന് അത് 10 രൂപ ഒന്ന് തീരുമാനിക്കരുത്, 10 രൂപ അല്ലെങ്കിൽ 50 രൂപ, ഒന്ന് 100 രൂപ എന്ന് പറയരുത്. ഞാൻ ഇന്ന് തൊട്ട് ഫജ്ർ ജമാഅത്ത് നഷ്ടപ്പെടുത്തിയാൽ ഇൻഷാ അല്ലാഹ് 1000 രൂപ ഇന്ന് സദക്ക കൊടുക്കും ദിവസം. അതായത് നമുക്ക് വേദനിപ്പിക്കുന്ന വിധത്തിൽ ഒരു പരിഹാരം നിങ്ങൾ തന്നെ സ്വയം ഏറ്റെടുക്കുക. ഇന്ന് 1000 രൂപ കൊടുക്കും ഇൻഷാ അല്ലാഹ്. അപ്പൊ പിന്നെ 2-3 ദിവസം അങ്ങനെ കൊടുക്കുള്ളൂ. പിന്നെ നമുക്ക് എന്തായാലും പള്ളിയിൽ പോയിരിക്കണം. എന്നിട്ട് നാലാമത്തെ എന്താ വേണ്ടേ? നമ്മൾ നാളത്തെ കൃത്യമായിട്ട് കണക്കുകൾ എടുക്കുക, ഒരു മെട്രിക്സ് നമ്മൾ ബോധ്യപ്പെടുത്തണം. നമ്മൾ കലണ്ടറിൽ മാർക്ക് ചെയ്യുക, ഒരു കലണ്ടർ വീട്ടിൽ വെക്കുക നമ്മുടെ റൂമിൽ. എന്നിട്ട് തിങ്കളാഴ്ച പോയിട്ടുണ്ട്, ചൊവ്വാഴ്ച പോയിട്ടുണ്ട്, ബുധനാഴ്ച പോയിട്ടുണ്ട്, ടിക്കിട. അങ്ങനെ ഒരാഴ്ച കഴിയുമ്പോൾ പിന്നോട്ട് നോക്കുക, എത്ര ദിവസം പോയി ആഴ്ചയില്? അല്ലാഹുവേ 5 ദിവസം പോയിന്, അൽഹംദുലില്ലാ. അല്ല 2 ദിവസം, അല്ലാഹുവേ ഇനിയും ഒരുപാട് നന്നാവുണ്ടല്ലോ, അൽഹംദുലില്ലാ. 5 ദിവസമാണ് 5, 6, 7 അങ്ങനെ ദിവസമാക്ക് സഹോദരന്മാരെ. ഇത് ഓരോ കാര്യത്തിൽ നമ്മളിങ്ങനെ ഇതേപോലെ തീരുമാനം എടുത്താൽ മതി. ഇന്ന് യുവാക്കൾക്ക് പ്രശ്നമാണ്, വല്ലാത്ത പ്രശ്നമാണ്, പോർണോഗ്രാഫിയും വൃത്തികേട്ട് കണ്ട് പോവാന്നുള്ളത്. എന്താണ് കാരണം? ഏറ്റവും ആദ്യം ഇതിന് കാരണക്കാരനല്ല ഞാൻ തന്നെയാ. ഞാൻ വെറുതെ കൂട്ടുകെട്ടിനെ പറയണ്ട, എൻ്റെ മാതാപിതാക്കളെ പറയണ്ട, ഒന്നും പറയണ്ട, ഞാൻ തന്നെയാ കാരണക്കാരന്. അപ്പൊ എന്ത് ചെയ്യണം? ആത്മാർത്ഥമായിട്ട് പശ്ചാത്തപിക്ക്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എന്ത് തെറ്റുകൾ കണ്ടുപോയ നിങ്ങൾ ചെയ്യേണ്ട എന്താ? ഉടനെ ഒളു എടുത്ത് 2 റക്അത്ത് നമസ്കരിച്ച് ഇസ്തിഗ്ഫാർ ചെയ്യ്. പിന്നെയും കണ്ടുപോയി, നോക്കിപ്പോയി, പിന്നെയും ചെയ്യ്, ഇസ്തിഗ്ഫാർ ചെയ്യ്. അവിടെ നിങ്ങൾ തളർന്നു പോരുത്. ഞാൻ ചെയ്യൂലെന്ന്, അയ്യോ ഇനി നന്നാവൂലെന്ന് എത്ര നോക്കിയിട്ട് അങ്ങനെ തളരരുത്. ചെയ്യ്. എഴുന്നേറ്റ് 2 റക്അത്ത് ഒളു എടുത്ത് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ഇസ്തിഗ്ഫാർ ചെയ്യ്. മൂന്നാമത്തെ കാര്യമായ ആക്ഷൻ പ്ലാൻ എടുക്കുക. എന്താണ് എനിക്കിങ്ങനെ കണ്ടുപോകുന്നത്? എൻ്റെ വൃത്തികെട്ട കൂട്ടുകെട്ടുകളാ, ഒഴിവാക്കിയേക്ക്. എൻ്റെ വീട്ടിൽ വരുന്ന മാഗസിനുകളാ, സിനിമ മാഗസിനുകൾ ഒഴിവാക്കിയേക്ക്. TV ആണോ, TV കണക്ഷൻ വിട്ടേക്ക്, ഒഴിവാക്കിയേക്ക്. എനിക്ക് പറ്റും. എൻ്റെ കമ്പ്യൂട്ടർ ആണോ, എൻ്റെ ഒറ്റക്കുള്ള റൂമിലാണോ, വേണ്ട, ഒഴിവാക്കിയേക്ക്. നടുവ് സെൻട്രൽ ഡൈനിങ് ഹാളിൽ വെച്ചാൽ മതി, എല്ലാവരും കാണുന്ന വിധത്തിൽ. എൻ്റെ മൊബൈലിൽ യൂട്യൂബ് കണക്ഷൻ ആണോ, അത് ഒഴിവാക്കിയേക്ക്. ആവശ്യമില്ല. അള്ളാഹു നിങ്ങളൊന്ന് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുക സഹോദരന്മാരെ. എൻ്റെ കൃത്യമായ 5:30 ജമാഅത്തിന് പോയി തുടങ്ങുക. 5:30 ജമാഅത്തിന് പോയിട്ട് മറ്റുള്ള സമയത്തിൽ ഒരുപാട് സൽക്കർമ്മങ്ങൾ ഏർപ്പെടുക. അപ്പൊ അള്ളാഹ് പറഞ്ഞു, ഇന്ന സ്വലാത്ത തൻഹാനിൽ ഫഹ്ശാഇ വൽ മുൻകർ. അള്ളാഹ് മാറ്റിത്തരുന്ന ആത്മാർത്ഥമായിട്ട് പറഞ്ഞ് തഹജ്ജുദിൽ പൊട്ടിക്കന്നിട്ട് അള്ളാഹ് പറയാ, അള്ളാഹ് ഞാൻ ഇതിന് അടിമയായി പോയി, ഒന്ന് മാറ്റിത്ത അള്ളാഹേ. നാലാമത്തെ എന്ത് ചെയ്യണം? മെട്രിക്സ്, അതായത് നമ്മൾ കണക്കുകൾ എടുക്കുക. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാനൊന്നും കണ്ടില്ല, അൽഹംദുലില്ലാ. സുന്നത്ത് നോമ്പുകൾ വർദ്ധിപ്പിക്കുക, അൽഹംദുലില്ലാ. കഴിഞ്ഞ 1 മാസമായിട്ട് കണ്ടില്ല, അൽഹംദുലില്ലാ. കഴിഞ്ഞ 1 വർഷമായിട്ട്
കണ്ടില്ല. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, മാറ്റങ്ങൾ വരട്ടെ സഹോദരന്മാരെ. ഇത് ജീവിതത്തിൽ എപ്പോഴും മാറും എന്ന് ചിന്തിച്ച് പെട്ടെന്നൊരു ദിവസം മലക്കുൽ മൗത്ത് വന്ന അവസ്ഥ എന്താ? ഒന്ന് ആത്മാർത്ഥമായിട്ട് മാറുക. ഇനി നമ്മൾ ഖുർആനോടുള്ള സമീപനം നമ്മൾ ഒന്ന് ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുക. ഞാൻ തന്നെ കുഴപ്പക്കാരൻ ഖുർആൻ വായിക്കാതിരിക്കുകയാണ്. എന്തുകൊണ്ട് വെച്ചാൽ ഞാൻ പത്രം വായിക്കുന്നുണ്ട്, 3 പത്രം വായിക്കുന്നുണ്ട്, എല്ലാ മാഗസിനുകൾ തീർക്കുന്നുണ്ട്, ഫേസ്ബുക്ക് ഫുൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്, വാട്സാപ്പിൽ എല്ലാ പോസ്റ്റും വായിക്കുന്നുണ്ട്. ഞാൻ തന്നെ ഖുർആൻ എടുത്ത് വായിക്കാത്തതിന്റെ കാരണം രണ്ടെന്താ? ഇസ്തിഗ്ഫാർ ചെയ്. അസ്തഗ്ഫിറുല്ലാഹ്, 42 വർഷം കഴിഞ്ഞ് ഇനിയുള്ള കാലഘട്ടം എനിക്ക് ഖുർആൻ മുഴുവൻ ഒരിക്കലെങ്കിൽ പഠിച്ചു വരണം. മൂന്നാമത്തെ ഒരു പദ്ധതിയുടെ സഹോദരന്മാരെ, നമ്മളൊരു ചെറിയ കൂട്ടം സംഘം പദ്ധതി ഇട്ടു. കഴിഞ്ഞ റമദാൻ തൊട്ടിട്ട് അൽഹംദുലില്ലാ ചാടി കയറി ആവേശത്തിൽ തുടങ്ങിയിട്ടൊന്നും കാര്യമില്ല. നമ്മൾ തീരുമാനിച്ചു ആഴ്ചയിൽ 5 ആയത്ത് അൽഹംദുലില്ലാ ഞാൻ അതിന്റെ ആയത്തെടുത്ത് പരിഭാഷ വായിച്ച് ഒരുപാട് ചിന്തിക്കും. കുറച്ച് പേരുണ്ട്, അത് ഒരാൾ വിട്ടുപോയാൽ ഉടനെ മറ്റുള്ളവർ പറയും നമ്മൾ കയ്യയച്ച് ചെയ്തില്ല, എത്രയും പെട്ടെന്ന് അത് അയക്കണം, തദബ്ബുർ ചെയ്ത് അയക്കണം. അൽഹംദുലില്ലാ ഓരോരുത്തരും 5 തഫ്സീറൊക്കെ വായിച്ചിട്ട് ഒരുപാട് നമ്മൾ സൂറത്തുൽ ബഖറ തീരാനായി. അൽഹംദുലില്ലാ സമയം എല്ലാം എടുത്താൽ മതി. എന്തുകൊണ്ടാണ്? നമ്മൾ നിയത്ത് ചെയ്തിട്ടുണ്ട് ഇൻഷാ അല്ലാഹ് തീർക്കുമെന്ന്, സൂറത്തുൻ നാസ് വരെ തീർക്കുമെന്ന് നിയത്തിയിട്ടുണ്ട്. അപ്പൊ അള്ളാഹു നമ്മുടെ ആത്മാർത്ഥന്റെ സൂറത്തുൻ നാസ് വരെ തദബ്ബുർ ചെയ്യേണ്ട പ്രതിഫലം കിട്ടും. സഹോദരന്മാരെ, നിങ്ങൾക്കും തീരുമാനമെടുക്കുക. ഇന്ന് തൊട്ട് ഞാൻ തീരുമാനിച്ചു, ദിവസം 2 ആയത്ത് 3 ആയത്ത് തീരുമാനിച്ചു നോക്കൂ സഹോദരന്മാരെ. അൽഹംദുലില്ലാ അള്ളാന്റെ തൗഫീഖ് കൊണ്ട് MBBS പഠിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ അന്ന് തന്നെ 1, 2, 3 തഫ്സീറുകൾ വായിക്കാൻ പറ്റി. എങ്ങനെ? ഒരു ദിവസം 2 പേജ് വായിക്കും, വെറുതെ ഇരിക്കുമ്പോൾ വായിക്കും. അങ്ങനെ തീരുമാനിച്ചു വെക്കും. 365 ദിവസമാകുമ്പോഴത്തേക്ക് എത്ര ആയത്തുകൾ വായിക്കും സഹോദരന്മാരെ? ഒന്ന് തീരുമാനിക്കുക. എന്നിട്ട് 4-ാമത്തെ എന്താ? മെട്രിക്സ് കണക്കെടുത്ത് നോക്കുക. ഞാൻ കഴിഞ്ഞ റമദാൻ തൊട്ട് ഇവിടെ വരെ എത്ര ആയത്തുകൾ ഹിഫ്ള് പഠിച്ചിട്ടുണ്ട്, ഏതൊക്കെ സൂറത്തുകൾ ഞാൻ പരിഭാഷ വായിച്ച്, എവിടെ എത്തിയിരിക്കുക. നമ്മൾ അൽ ബഖറ തീരാനായി. അൽഹംദുലില്ലാ ഒന്ന് ആത്മാർത്ഥമായിട്ട് നമ്മളിൽ മാറ്റം വരട്ടെ സഹോദരന്മാരെ. ഇങ്ങനെ ഒരുപാട് നല്ല നിയത്തുമുണ്ട്, ഒരുപാട് ആഗ്രഹമുണ്ട്, ഒരുപാട് പശ്ചാത്താപം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. ആക്ഷനിലേക്ക് വരിക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരുടെ എല്ലാ പാപങ്ങളും പുറത്തു മാപ്പാക്കി തെരുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഓരോരുത്തർക്കും ഒരുപാട് ഹൈറും ബർക്കത്തും ഇട്ട്, നമ്മുടെ സമയത്തിന് ഒരുപാട് ബർക്കത്തിട്ട് കൃത്യമായ 5 ജമാഅത്ത് നമസ്കരിക്കുന്നവർ അടിമകളാക്കി തീർക്കുമാറാകട്ടെ. ആമീൻ. അല്ലാഹു ഓരോ നിമിഷം ഏറ്റവും നല്ലത് അള്ളാഹുവിന് തൃപ്തിപ്പെടുന്ന കാര്യങ്ങൾ മാത്രം തീരുമാനിക്കുള്ള ഹൃദയം, അതിനുള്ള സൗകര്യങ്ങൾ അള്ളാഹു ഏർപ്പെടുത്തി തെരുമാറാകട്ടെ. എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള മഹാഭാഗ്യം, നല്ല ഈമാനികമായ കരുത്ത് നമ്മൾ ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അള്ളാഹുവെ, നിരന്തരമായിട്ട് ഖുർആനായിട്ട് 365 ദിവസം നിരന്തരമായിട്ട് ബന്ധം സ്ഥാപിച്ച് ഖുർആൻ ഹൃദയത്തിലേക്ക് പ്രവേശിച്ചിട്ട് എൻ്റെ ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിന്റെ എല്ലാവരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം, ഒരുപാട് സംസ്കരണം നടത്തി അള്ളാഹു നമ്മളെല്ലാവരും നാളെ പരലോകത്ത് ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.